സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതം ഡിസിഷൻ ട്രീ. ഡിസിഷൻ ട്രീ ഒരു പോപ്പുലർ ആയിട്ടുള്ള സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതമാണ്. ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ ആണ്, ലൈക്ക് ഫ്ലോ ചാർട്ട്. ഇതുപോലെ കൺസിസ്റ്റ് ഓഫ് എ റൂട്ട് നോഡ്, ഒരു റൂട്ട് നോഡ് ഉണ്ടായിരിക്കും. ഇതാണ് ഡിസിഷൻ നോഡ് എന്ന് പറയുന്നത്. ഒരു റൂട്ട് നോഡ് ഉണ്ടായിരിക്കും, പിന്നെ ഇന്റേണൽ നോഡ്സ് ഉണ്ടായിരിക്കും. ഇതിനൊക്കെ നമുക്ക് ഡിസിഷൻ നോഡ്സ് എന്ന് പറയാം. ഈ ടോപ്പിൽ കാണുന്ന ഡിസിഷൻ നോഡിനെ നമുക്ക് റൂട്ട് നോഡ് എന്ന് പറയാം. ബാക്കി എല്ലാ സബ് നോഡുകളെയും ഡിസിഷൻ നോഡ്സ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഏറ്റവും മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫീച്ചറിനെ ബേസ് ചെയ്ത് ഡാറ്റയെ സബ്സെറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് ഡിസിഷൻ ട്രീ അൽഗോരിതത്തിൽ നടക്കുന്നത്. ഡിസിഷൻ ട്രീ അൽഗോരിതം ക്ലാസിഫിക്കേഷനും റിഗ്രഷനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷീൻ ലേണിംഗ് അൽഗോരിതമാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് റൂട്ട് നോഡിൽ നിന്നാണ്. അപ്പോൾ ഇന്റേണൽ നോഡ്സ് എല്ലാം ഓരോ ഡിസിഷനെ ബേസ് ചെയ്തിട്ട്, ഓരോ ഫീച്ചറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഡിസിഷൻസ് എടുക്കുന്നുണ്ടാവുക. ഓരോ ഫീച്ചേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതിലെ ഓരോ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഔട്ട്കം ഓഫ് ദാറ്റ് ആയിരിക്കും. അതായത് ഈ ഒരു ഡിസിഷനെ ബേസ് ചെയ്ത് യെസ് ആണെങ്കിൽ ഈ ബ്രാഞ്ച് വഴിയും, നോ ആണെങ്കിൽ ഈ ബ്രാഞ്ച് വഴിയും എന്നിങ്ങനെയുള്ള ഡിസിഷൻസ് മേക്ക് ചെയ്യും. അപ്പൊ ഇതിലെ ലീഫ് നോഡുകൾ എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട്. നമ്മുടെ ഡിസിഷനെ അല്ലെങ്കിൽ ഡിസിഷന്റെ ഔട്ട്കത്തിനെ ബേസ് ചെയ്ത്, യെസ് ഓർ നോനെ ബേസ് ചെയ്തിട്ട് ഏത് പാർട്ടിലൂടെ വന്നിട്ട് ഏത് ലീഫ് നോഡിൽ എത്തിച്ചേരണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഈ ബ്രാഞ്ചിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ കിട്ടിയിരിക്കുന്ന ഔട്ട്കമ്മിനെ ബേസ് ചെയ്ത് നമ്മൾ ഒരു ലീഫ് നോഡിൽ എത്തിച്ചേരും. ആ ഒരു ലീഫ് നോഡിനെ പറയുന്നതാണ് ഔട്ട്പുട്ട്. അപ്പോൾ ലീഫ് നോഡാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതില്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഹൈറാർച്ചിക്കൽ സ്ട്രക്ചറാണ് ഫോർ ബോത്ത് ക്ലാസിഫിക്കേഷൻ ആൻഡ് റിഗ്രഷൻ ടാസ്ക്. അപ്പോൾ ഡിസിഷൻ ട്രീ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു റൂട്ട് നോഡിൽ നിന്നാണ്. ഇതാണ് നമ്മുടെ റൂട്ട് നോഡ്, റൂട്ട് ഡിസിഷൻ നോഡാണിത്. ഇത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ ആയിരിക്കും എൻറ്റയർ ഡാറ്റാ സെറ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് ഫീച്ചറിനെ ബേസ് ചെയ്തിട്ട്, ഈ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റേനെ സ്പ്ലിറ്റ് ചെയ്യും. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഫീച്ചറിനെ ബേസ് ചെയ്ത് യെസ് ഓർ നോ എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് ബ്രാഞ്ചിലേക്ക്, ഏത് ഇന്റേണൽ നോഡിലേക്ക് ട്രാവൽ ചെയ്യുന്നത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈച്ച് ഇന്റേണൽ നോഡ് ടേക്സ് വൺ ഓഫ് ദ സബ്സെറ്റ് ആൻഡ് സ്പ്ലിറ്റ് ഇറ്റ് ഫർദർ ബേസ്ഡ് ഓൺ അനദർ ഫീച്ചർ. അപ്പോൾ അതായത് ഇപ്പോൾ ഇന്റേണൽ നോഡ് ഈ ഒരു എൻ്റയർ ഡാറ്റാ സെറ്റിൽ നിന്ന് ഒരു സബ്സെറ്റ് ആയിരിക്കും സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നുണ്ടായിരിക്കും ബേസ്ഡ് ഓൺ എ സിഗ്നിഫിക്കൻറ്റ് ഫീച്ചർ. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു സ്പ്ലിറ്റിന് യെസ് ഓർ നോനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഏത് സബ്സെറ്റിലേക്ക് വരണം എന്ന് തീരുമാനിക്കുന്നത്. ദെൻ എഗെയിൻ ആ സബ്സെറ്റിൽ വീണ്ടും ഒരു ഫീച്ചറിനെ ബേസ് ചെയ്ത്, വീണ്ടും ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് വീണ്ടും ആ ഡാറ്റയെ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ദെൻ എഗെയിൻ യെസ് ഓർ നോ എന്നതിനെ ബേസ് ചെയ്ത്, ഔട്ട്കമ്മിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അടുത്ത ഒരു ബ്രാഞ്ച് ചൂസ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഏത് ബ്രാഞ്ചിലൂടെ ഈ ഒരു ലീഫ് നോഡിലേക്ക് എത്തുന്നു, ആ ലീഫ് നോഡാണ് നമ്മുടെ ഔട്ട്കം എന്ന് പറയുന്നത്. ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ദേ റെപ്രസെന്റ് ഔട്ട്കം ഓഫ് ദ ഡിസിഷൻ അറ്റ് ഈച്ച് നോഡ്. അപ്പം ഈ ഒരു പ്രോസസ്സ് ഡാറ്റ മാക്സിമം ഹോമോജീനിയസ് സബ്സെറ്റായി മാറുന്നത് അത്രേ, അതായത് ഒരേപോലെയുള്ള എലമെന്റ്സ് ആയി മാറുന്നത് വരെ ഡാറ്റയെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ഫീച്ചറിനെ ബേസ് ചെയ്ത് ഓരോരോ സബ്സെറ്റ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് മാക്സിമം ഡാറ്റാസ് ഫുള്ള് ഒരേപോലത്തെ ഡാറ്റാസ് സ്പ്ലിറ്റ് ആകുന്നത് വരെ. ദെൻ എഗെയിൻ സ്പ്ലിറ്റിംഗ് ഇല്ല, അത് ഒരു പർട്ടിക്കുലർ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തുവെങ്കിൽ അതിനെ പറയുന്നതാണ് ലീഫ് നോഡ്. ലീഫ് നോഡ് ക്രിയേറ്റ് ആയി. ദെൻ ഫർദർ സ്പ്ലിറ്റിംഗ് ഇല്ല അവിടെ. ദെൻ പ്രഡിക്റ്റഡ് ക്ലാസ് ലേബിൾസ് ഓർ കണ്ടിന്യൂസ് വാല്യൂസ് ആയിരിക്കും ഇതിന്റെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്.
അപ്പം ക്ലാസിഫിക്കേഷൻ ടൈപ്പ് പ്രോബ്ലം